ഹായ് ഡിയർ ഫ്രണ്ട്സ്. ക്യാമറയ്ക്ക് പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ക്യാമറയുടെ മുന്നിലാട്ടോ ഞാൻ വന്നേക്കണേ. ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെർവസ് ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആരും അങ്ങനെ പൊതുവെ കാണാത്ത ഒരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ തലയണ വെച്ചിട്ട് ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്തേക്കണത് ഒരു തലയണയാണ്. അല്പം മുഷിഞ്ഞൊരു തലയണാട്ടോ നമ്മൾ എടുത്തേക്കണത്. സാധാരണ നമ്മൾ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ എടുത്ത് നമ്മൾ വാഷ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ ആരും പില്ലോ വാഷ് ചെയ്യാറില്ല അല്ലേ. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പില്ലോ ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാന്ന്. അപ്പൊ ഇന്ന് അത്യാവശ്യം നല്ല അഴുക്കുള്ളൊരു തലയണയാണ് ഞാൻ എടുത്തിട്ട് വന്നേക്കണത്. നമുക്ക് തലയിൽ ഊരുമ്പോൾ തന്നെ നമുക്ക് അഴുക്കുണ്ടാവും, അതിനകത്ത് പൊടികൾ ഉണ്ടാവും, പിന്നെ ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഒറ്റയടിക്ക് മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളിത് തലയണയിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ പോവാം കേട്ടോ. ചെറിയ രീതിയിൽ തലയണയിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇതുപോലെ തലയണയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ആവണ്ട, എന്നാലും നമ്മൾ അതിൻ്റെ വൃത്തികേടും സ്മെല്ലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് രീതിയിലേക്ക് തന്നെ നല്ലപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സ്പൂൺ വെച്ച് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ തലയണയുടെ 2 സൈഡിലും ഇതുപോലെ ആക്കി കൊടുക്കുക. ഇതേ കണ്ടില്ലേ, നല്ല അഴുക്ക് തന്നെ ഉണ്ട് നമ്മുടെ തലയണയിൽ. നമ്മൾ അങ്ങനെ തലയണ ഒന്നും അങ്ങനെ എടുത്ത് വാഷ് ചെയ്യാറില്ലല്ലോ. അപ്പൊ ഇതുപോലെ നല്ല രീതിക്ക് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ബേക്കിംഗ് സോഡയുടെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തിക്കോലാണ്. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പ്രയോഗം ഉണ്ട്. അതായത് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇതുപോലെ അടിച്ചടിച്ചടിച്ച് തലയണയുടെ എല്ലാ സൈഡിലും ആ ബേക്കിംഗ് സോഡ ആകാൻ പാകത്തിന് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ തട്ടി കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ എല്ലാ സ്ഥലത്തും ആകാൻ പാകത്തിന് ഇതുപോലെ തട്ടി കൊടുക്കുക. അപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിലും. അപ്പൊ നല്ല രീതിക്ക് തന്നെ 2 സൈഡിലും ഇതുപോലെ തട്ടി കൊടുക്കുക കേട്ടോ. 2 ബൗളിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ഒരു ബൗളിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കണ്ടില്ലേ, ഹാൻഡ് വാഷ് ആണ്. അപ്പൊ കുറച്ച് ഹാൻഡ് വാഷ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിലേക്ക്. അടുത്തതായിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു രൂപയുടെ ഇതുപോലത്തെ ഷാമ്പൂവിന്റെ പാക്കറ്റാണ്. അതും നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു പാക്കറ്റ് ഷാമ്പൂ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിലേക്ക്. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ബൗളിലെ വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കണ്ടില്ലേ, കംഫോർട്ടിന്റെ ചെറിയൊരു പാക്കറ്റ് ആണ്. അപ്പൊ ചെറിയൊരു കംഫോർട്ടിന്റെ പാക്കറ്റ് അത് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടും ഇതുപോലെ നല്ല രീതിക്ക് ആ വെള്ളത്തിലേക്ക് ആകാൻ പാകത്തിന് 2 ബൗളിലും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പൊ ഇതുപോലെ എഡ്ജ് ഇത്തിരി ഷാർപ്പായിട്ടുള്ള ഇതുപോലത്തെ സ്റ്റീലിന്റെ ഗ്ലാസ് എടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ടവൽ എടുക്കുക, കിച്ചൺ ടവൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റീലിന്റെ ടംബ്ലറിന്റെ മേലിൽ ഇതുപോലെ നമ്മൾ തുണി വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് അത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇതൊരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ തലയുടെ അഴുക്ക് കളയാൻ പാകത്തിനുള്ളൊരു ടൂളായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. കണ്ടില്ലേ, ഈ ടംബ്ലർ ഇനി നമ്മൾ ഇതുപോലെ ഷാമ്പൂവും പിന്നെ ഹാൻഡ് വാഷ് ഇട്ട് കലക്കി വെച്ച വെള്ളമല്ലേ, അതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ നേരെ നമ്മുടെ തലയിണയിൽ വന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ തലയിണയിലുള്ള അഴുക്കൊക്കെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ നമ്മുടെ തലയിണ മുഴുവൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന്റെ ഡ്രൈ ആയി പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നുകൂടി അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ നല്ല രീതിക്ക് തന്നെ പത ചെറുതായിട്ട് വരുന്നുണ്ട്, നമ്മുടെ പില്ലോയിലായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പില്ലോയിലെ അഴുക്കൊക്കെ നമ്മുടെ ആ ഗ്ലാസ്സിലുള്ള ആ തുണി അബ്സോർബ് ചെയ്ത് എടുത്തോളും. നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ തലയണയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ സ്ഥലത്തും ആവാൻ പാകത്തിന് നമ്മൾ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, എന്നിട്ട് മുഴുവൻ നല്ല രീതിയിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ
ഗ്ലാസ് എടുത്തിട്ട് നമ്മുടെ കംഫർട്ട് വെച്ച് മുക്കി കംഫർട്ട് കലക്കി വെച്ചിരിക്കുന്ന പാത്രമല്ലേ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ടൂള് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് അതും ജസ്റ്റ് ഇതുപോലെ അതിൻ്റെ മേലെ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ബാഡ് സ്മെല്ല്, പിന്നെ തലയിണയിൽ ഉണ്ടാകുന്ന വഴുവഴുപ്പ്, പിന്നെ നമ്മുടെ പൊടി, അതെല്ലാം തലയിൽ പൊടി, അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ കംഫർട്ടിനെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് കാണിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡും തലയണ ആകാൻ പാകത്തിന് നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുക. നിങ്ങൾ തന്നെ നോക്കിക്കേ, ഈ കളറിന്റെ വ്യത്യാസം കണ്ടില്ലേ? എത്ര മാത്രം അഴുക്കാണ് നമ്മുടെ തലയണയിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ വ്യത്യാസം? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എത്ര മാത്രം അഴുക്കും പൊടി ഉണ്ടായിരുന്നു എന്ന്? എന്നിട്ട് നമ്മുടെ തലയണ ഇതുപോലെ വെയിലത്ത് വെക്കാം കേട്ടോ. 2 ദിവസം നല്ല പോലെ വെയിൽ കൊള്ളട്ടെ, എന്നാൽ മാത്രമേ അതിനുള്ള നനവൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ അബ്സോർബ് ആയിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ 2 ദിവസം ഞാൻ തിരിച്ചു മറിച്ച് വെയിലെത്തിട്ട് നല്ല പോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രം നല്ല രീതിയിൽ നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടലൻ ടിപ്പല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.